ഈവനിങ് ടു യു എവ്രി വൺ. ക്ലാസ് റെക്കോർഡിങ്ങിലാണ്. പിന്നെ കം ടു ദ പോയിന്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് സെൽഫ് ഇൻട്രഡക്ഷൻ അങ്ങനെ കണ്ടിന്യൂസ്ലി പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ പലപ്പോഴും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്പം സന്തോഷത്തോടു കൂടി അല്പം എനർജിയോട് കൂടി സംസാരിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ I am Sedulakshmi from Trivandrum. My father is Mr. Raman എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ആടിക്കൊഴിഞ്ഞ് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാരെ തന്നെ കരുതും ഇതിപ്പോൾ എന്തോ തീരെ ആരോഗ്യമില്ലാത്തൊരവസ്ഥ. ഇതിനൊക്കെ എൻ്റെ സ്കൂളിൽ അധ്യാപികയായിട്ട് നിയമിച്ചാൽ എൻ്റെ സ്കൂളിൻ്റെ അധോഗതി ആരംഭിക്കും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അല്പം എനർജി വേണം. ഇല്ലെങ്കിലും ഇനിയിപ്പോൾ എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ഹസ്ബൻഡോട് പറയണ്ട, നിങ്ങൾ ബൂസ്റ്റ് കൊണ്ടുപോയി ഓർലിസ് കൊണ്ടുപോയി സാറ് സെൽഫ് ഇൻട്രഡക്ഷൻ എനർജിയോട് കൂടി ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കണേ, എനിക്ക് ബൂസ്റ്റ് ഒരു കപ്പ് കഴിച്ചാലേ എനർജി ആയിട്ട് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ഓക്കെ, നമുക്ക് എനർജി നമ്മളെ കൂടെയുണ്ട്, നമ്മളുടെ ഒരുങ്ങിയാൽ മതി. കാരണം നമ്മൾ ഇൻട്രസ്റ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല എനർജിയാണല്ലോ, അല്ലേ? എത്ര ക്ഷീണിച്ച സമയങ്ങളിൽ പോലും നിങ്ങളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉമ്മയും അനിയത്തിയും ഒക്കെ നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അഥവാ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് വരികയാണെങ്കിൽ ക്ഷീണം അവിടെ പോയി ക്ഷീണമില്ല. അപ്പോൾ നിങ്ങളെ മുഖത്ത് വല്ലാത്ത സന്തോഷം, സമാധാനം, ആനന്ദം ഒക്കെ വരികയും നിങ്ങൾ ചാടി എഴുന്നേൽക്കുകയും ശരിക്കും നമ്മുടെ സൈക്കോളജിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ വർക്കിംഗ് കൂടുകയും, അതാണ് ഈ സന്തോഷത്തിന് പ്രധാനമായിട്ടുള്ളത് ഡോപ്പമൈനാണ്. അതൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത് ആപേക്ഷികമാണ്. ഈ ക്ഷീണം, വിരസത, മടി, ബോറടി എന്നൊക്കെ പറഞ്ഞത് ആപേക്ഷികമാണ്. ചില സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറിയും മറിഞ്ഞിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത്രയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇന്ന് ഞാൻ നിങ്ങൾ ടാസ്ക് ഏൽപ്പിക്കാൻ പോവുകയാണ്. ഓരോ ദിവസവും ടാസ്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നോട്ട് ബുക്കും റഫ് പേപ്പറും ലെക്ചർ നോട്ടും കയ്യിലുണ്ടായിക്കോട്ടെ, വേണ്ട കാര്യം എഴുതി വെക്കാം. സോ ടുഡേ വാട്ട് ആർ ഗോയിങ് ടു ഡു? Today you are going to do something about your daily routine. അപ്പോൾ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി റൊട്ടി ഉണ്ടാക്കില്ല. ഡെയിലി റുട്ടീൻ എന്താ? റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈനംദിന ചര്യയാണ്. നിങ്ങൾ ഫ്രം ബെഡ് ടു ബെഡ്, രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് രാത്രി ബെഡിലേക്ക് കിടക്കാൻ പോകുന്നവരെ നിങ്ങൾ എന്തെല്ലാം ചെയ്യും, നോർമലി ആൻഡ് യൂഷ്വലി നിങ്ങൾ എന്തെല്ലാം ചെയ്യും, ദാറ്റ് യു ആർ ഗോയിങ് ടു എക്സ്പ്രസ് ഹിയർ. മനസ്സിലായി? അതാണ് നിങ്ങളിവിടെ ഇടക്ക് സ്ട്രക്ക് വരുന്നത്. സഫിയ ഒന്നുമല്ല, ഇവിടെ എൻ്റെ ഈ ഭാഗത്ത് ഉൾപ്പെടെ നല്ല മഴയാണ്. മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള കേരളത്തിൽ ഏകദേശം ട്രിവാൻഡ്രം മഴ കുറവാണ് തോന്നുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ജില്ലകളിലും നല്ല മഴ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം കേട്ടോ. ഇനി വല്ലാതെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒന്ന് ഫോൺ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കയറി നോക്കൂ. എനിക്കൊരു ഗ്യാരണ്ടി പറയാൻ കഴിയൂല, കാരണം കാലാവസ്ഥ തെളിയണം, അപ്പോഴേ ഈ നെറ്റ്വർക്കൊക്കെ നല്ല സ്പീഡ് ആവുള്ളൂ. ഒരു ചെറിയ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ശരിയാവേണ്ടതാണ്. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ട് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും ക്ലാസ് ജോയിൻ ആവുക, ചെയ്തു നോക്കൂ കേട്ടോ. ഓക്കെ, കം ടു ദ പോയിന്റ്. അത് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ മാത്രമല്ല, ഇനിയിപ്പോൾ മഴയോ മറ്റു മോശമായ കാലാവസ്ഥ കാരണമായിട്ട് ക്ലാസ് മിസ്സാവുമ്പോൾ ഈ കാര്യം ചെയ്യാവുന്നതാണ്. ഓക്കെ, കം ടു ദ പോയിന്റ്. സോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നൗ ഡെയിലി റുട്ടീൻ. ശ്രീജിത്ത് ഇ പി എന്ന പ്രൊഫൈൽ വരുന്ന ആൾക്കും സ്റ്റക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇന്ന് ക്ലാസ് എടുക്കാഞ്ഞാലേ, കാരണം ഇപ്പോൾ കഴിഞ്ഞൊരു ആഴ്ച ക്ലാസ് മിസ്സായിപ്പോയി. ക്ലാസ് മിസ്സാവാനുള്ള കാരണം അതായിരുന്നു, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ ജില്ലാ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സ്റ്റേജ് ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര ശബ്ദം ബഹളമായിരുന്നു. ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒപ്പനപ്പാട്ടും തിരുവാതിരൊക്കെ ആവും, നിങ്ങൾ കേൾക്കുക, ക്ലാസ് ആവില്ല. മനസ്സിലായില്ലേ? ഈ 2 വിഷയം നമുക്ക് പഠിക്കാനും ഇല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ക്ലാസ് ഒരാഴ്ച നിർത്തിവെച്ചത് കേട്ടോ. ഇന്നലെ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതിയിരുന്നു. ബട്ട് ഇന്നലെ ഒരു കുടുംബത്തിൽ മരിപ്പുണ്ടായപ്പോൾ എൻ്റെ ആൻറ്റി, ഫാദറിൻ്റെ സഹോദരി, പ്രായമുള്ള ആളാണ്, മരണപ്പെട്ടു.
അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈവനിങ് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം ക്ലാസ് ഇന്നേക്ക് മാറ്റി വെച്ചാണ്. ഇനി ക്ലാസ് കണ്ടിന്യൂസ് ആയി പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ രാവിലെ എപ്പോഴാണ് എഴുന്നേക്കുക? ആ സമയം തുടങ്ങാം. നമുക്ക് എഴുന്നേക്കുന്നതിന് ഇംഗ്ലീഷ് പറയുന്ന ഫോമാണ് ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ് അല്ല. സാധാരണ ഈ ഗെറ്റ് അപ്പ് എന്ന് പറയുമ്പോൾ ടീക്ക് അല്പം ശക്തി കുറച്ചിട്ട് ഗെറ്റ് അപ്പ് എന്ന് പറയാം. ഗെറ്റ് അപ്പ്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5:30 in the morning. സോ നമ്മുടെ എല്ലാവരുടെയും ഡെയിലി റുട്ടീൻ ആരംഭിക്കേണ്ടത്, ഇപ്പോൾ എൻ്റെത് അങ്ങനെയാണ്. ഞാൻ ഏകദേശം 5:30 എഴുന്നേൽക്കുക. ചില ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേൽക്കും. ഓക്കെ, ഒരു മെസ്സേജ്, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ എൻ്റെ മെസ്സേജ് റീഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിൽ മെസ്സേജ് ചെയ്യുന്നവർ ഒന്ന് വാട്സപ്പിൽ ഇന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം കൂടി മെസ്സേജ് അയക്കണം കേട്ടോ. കാരണം ഇവിടെ എന്തോ എനിക്കൊരു പ്രോബ്ലം വരുന്നുണ്ട്. മെസ്സേജ്, എൻ്റെ ഫോണിന് ചെറിയ ഹാങ് ഉണ്ട്, മെസ്സേജ് റീഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ എനിക്ക് മെസ്സേജ് റീഡ് ചെയ്യാൻ കഴിയും. മെസ്സേജ് അയച്ചവർ ഒന്നും കൂടി അയക്കും കേട്ടോ. മെസ്സേജ് അയച്ചവർ ഒന്നും കൂടി അയക്കും, എന്നാലേ എനിക്ക് അതിനുള്ള മറുപടി പറയാൻ കഴിയുള്ളൂ. സോ വാട്ട് ആർ ഐ ഗെറ്റ് അപ്പ് അറ്റ് 5:30 in the morning. ഐ ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ് അല്ല, ഗെറ്റ് അപ്പ്. ഐ ഗെറ്റ് അപ്പ് 5:30 in the morning. Then I do my ഡെയിലി കോഴ്സ്. ഈ കോഴ്സ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. വെയ്ക്കപ്പ് ആണ് മെയിൻ. വെയ്ക്കപ്പും പറയാം. ഗെറ്റപ്പിൻ്റെ അതേ മീനിങ് വരുന്ന ഒരു ഫ്രേസാണ് വെയ്ക്കപ്പ്. ഇനി ഗെറ്റപ്പ് പറഞ്ഞിട്ടൊരു ലുക്കില്ല എന്ന് തോന്നുന്നവർക്ക് വെയ്ക്കപ്പും പറയാം. രണ്ടും സെയിമാണ് കേട്ടോ. ഒന്ന് അമേരിക്കയും ഒന്ന് ബ്രിട്ടനും അല്ല, രണ്ട് രാജ്യക്കാർ യൂസ് ചെയ്യുന്നതാണ്. സോ ഐ വെയ്ക്കപ്പ്, I get up at 5:30 in the morning. Then I do my daily course. കോഴ്സ് എന്ന സ്പെല്ലിംഗ് പറഞ്ഞുതരാം. CHORES. കോഴ്സ്. നമ്മൾ ബ്രഷ് ചെയ്യുക, അതുപോലെ രാവിലെ മൗത്ത് വാഷ് ചെയ്യുക, ഫേസ് കഴുകുക, നമ്മൾ അംഗശുദ്ധി വരുത്തിക്കാണ്ട് പ്രാർത്ഥന ചെയ്യുന്നവരുണ്ടായിരിക്കും, അതൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മുടെ പ്രഭാത കർമ്മങ്ങൾക്ക് പറയുന്ന ഒരു പേരാണ് കോഴ്സ്. CHORES. കോഴ്സ് എന്നാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ വന്ന് കോഴ്സ് എന്നാണ്. CHORES. അപ്പോൾ അതാണ് നിങ്ങൾ പറയണം. ദെൻ ഐ ഡു മൈ ഡെയിലി കോഴ്സ്. ഓക്കെ, ഡെയിലി കോഴ്സ്, അത് CHORES. ഞാൻ പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട്. CHORES, ഡെയിലി കോഴ്സ്. ദെൻ ഐ ഡു മൈ ഡെയിലി കോഴ്സ്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒരു പക്ഷേ ഒരു വിഭാഗം ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞാൽ അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ വുളൂ ചെയ്യാന്ന് പറയും, അംഗശുദ്ധി വരുത്തുക. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞ പേരാണ് ടേക്ക് അബ്ലൂഷൻസ്. ടേക്ക് അബ്ലൂഷൻസ് എന്ന് പറഞ്ഞാൽ അബ്ലൂഷൻ, ABLUTION. അബ്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വുളൂ ചെയ്യുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് അബ്ലൂഷൻ. അംഗശുദ്ധി വരുത്തുന്നതിന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അമ്പലങ്ങളിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ കയറുന്നതിൻ്റെ പടിവാതിലിക്കൽ ഒരു പാത്രത്തിൽ വെള്ളം ഉണ്ടായിരിക്കും. നമ്മൾ കയ്യും മുഖവും കാലും കഴുകിയാവും ചിലപ്പോൾ അമ്പലങ്ങളിലൊക്കെ പ്രവേശിക്കാറുള്ളത്. അതിനും അബ്ലൂഷൻ എന്ന പേര് യൂസ് ചെയ്യാം. ഓക്കെ, അംഗശുദ്ധി വരുത്തുന്നതാണ് അവിടെയും ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ചർച്ചിൽ പോകുന്നവരാണെങ്കിലും ചിലപ്പോഴൊക്കെ അംഗശുദ്ധി വരുത്താറുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം എനിക്ക് കുറച്ച് പിന്നെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ തന്നെ പറയാം, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും മതപരമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറും അറിയാൻ വേണ്ടി. അറിവാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം, അല്ലേ?
അറിയാൻ വേണ്ടി ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ അവർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു കസ്റ്റമല്ല കേട്ടോ, ഒരു കസ്റ്റമല്ല. മുസ്ലിങ്ങൾക്ക് ഇതൊരു കഷ്ടമാണെങ്കിലും പള്ളിയിലോ കയറുമ്പോൾ പലപ്പോഴും അംഗശുദ്ധി വരുത്തണം. അതുപോലെ നിസ്കരിക്കാൻ പ്രയറിന് പോകുമ്പോൾ അംഗശുദ്ധി വരുത്തണം. കഷ്ടമാണെങ്കിലും മറ്റു സഹോദരിമാർക്ക് അങ്ങനെ ആവണം എന്നില്ല. അതുകൊണ്ട് എങ്കിലും പറയാം. ഓക്കെ, ദെൻ ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ. ചിലപ്പോൾ രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് അല്പം നമ്മൾ മതപരമായ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്പമൊക്കെ ഒന്ന് വായിച്ച് ക്ലാസ് ഓക്കെ അല്ലേ പിന്നെ എല്ലാവർക്കും അല്ലേ? ഞാൻ ഇന്ന് മഴ നന്നായി കൊണ്ടു, അതുകൊണ്ട് മറ്റേ ആൾ കൂടെ കൂടിയിരിക്കണം ജലദോഷം. ഇടയ്ക്കിടയ്ക്കൊന്ന് വലിയും കീറുമാറ്റലൊക്കെ ഉണ്ടാവും, ആരൊന്നും ഫീലിംഗ് അടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പറയാം. ദെൻ ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ, കപ്പ് ഓഫ് ബ്ലാക്ക് ടീ. അപ്പോൾ മിക്കവാറും എന്നെ സംബന്ധിച്ച് രാവിലെ ഈ പാല് പാർന്ന ചായ ഒന്നും കഴിക്കാറില്ല. ഞാൻ ഒരു കപ്പ് നല്ല സ്ട്രോങ് ബ്ലാക്ക് ടീ കഴിച്ചാൽ എനിക്ക് പിന്നെ എൻ്റെ വർക്കിന് ഞാൻ ഏബിളായി. പിന്നെ നിങ്ങൾക്കുള്ള ബുക്കിന് ഇവിടുന്ന് പാക്ക് ചെയ്യൽ, നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കൽ, അതുപോലെ നിങ്ങളുടെ മെസ്സേജുകൾക്ക് മറുപടി തരൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ വർക്കിന് ഞാൻ ഏബിളായി മാറിക്കഴിഞ്ഞു. റെഫറൻസ് ചെയ്യുക, അന്ന് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ കിങ് ലിയറോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി വായിച്ചു നോക്കുക, അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക, ഇംഗ്ലീഷ് സാഹിത്യം ഒന്ന് വായിച്ച് നോക്കുക, എടുക്കേണ്ട ഭാഗങ്ങൾ, പുതിയ കാര്യങ്ങൾ ഗൂഗിളിൽ റെഫർ ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന അപ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പലപ്പോഴും എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾ കിച്ചണിൽ കൺഫൈൻഡ് ആയേക്കാം ആ സമയം കേട്ടോ. പക്ഷേ എങ്കിലും ഇതൊക്കെ റൂട്ടീനാക്കി നിങ്ങൾ വളർത്തി കൊണ്ടുവരണം. സമയം നമ്മൾ കണ്ടെത്തുന്ന പോലെയാണ്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നാണ് പറഞ്ഞേക്കേണ്ടത്. എവിടെ നിങ്ങൾക്ക് മനസ്സുണ്ടോ, എവിടെ നിങ്ങൾക്ക് അഭിലാഷങ്ങളുണ്ടോ, അവിടെ നിങ്ങൾക്ക് മാർഗമുണ്ടായേക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നതിന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യമൊക്കെ നിങ്ങൾ ഹസ്ബൻഡിൻ്റെ പിതാവിനോടും മാതാവിനോടും പറഞ്ഞപ്പോൾ നിങ്ങളെടുത്ത് അവർ പറഞ്ഞ മറുപടി എന്തായിരുന്നു? നീ പഠിക്കാനോ, ഈ പ്രായത്തിൽ പഠിക്കാനോ, എന്ത് ടീച്ചർ എന്നായിരുന്നു. അന്നും നിങ്ങളെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത ആളുകൾ ഹസ്ബൻഡായിരുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് സഹോദരന്മാർ. അവരും കൂടി പ്രഷർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പെർമിഷൻ കിട്ടി. എന്തായാലും കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വില്ലുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായി? നിങ്ങൾക്ക് ശരിക്കും വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. എവിടെ മാർഗമുണ്ടോ അവിടെ ലക്ഷ്യവുമുണ്ട്, അല്ലെങ്കിൽ എവിടെ നിങ്ങൾക്ക് മനസ്സുണ്ടോ അവിടെ മാർഗവുമുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ കിട്ടിക്കഴിഞ്ഞു. ആണ് വേണ്ടത്. സോ ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ, ഐ ഹാവ് എ കപ്പ് ഓഫ് ബ്ലാക്ക് ടീ. ഇനി ചില സഹോദരിമാർക്ക് രാവിലെ കോഫി കഴിക്കുന്നതൊരു ശീലമാണ്. പറയാം, ആഫ്റ്റർ പ്രേയർ ഐ ഹാവ് എ കപ്പ് ഓഫ് കോഫി. ഇനി ചില ആളുകൾക്ക് അത് കട്ടൻ കാപ്പി വേണ്ടി വരും. നമ്മുടെ കേരളീയ ഭാഷയിൽ പറഞ്ഞാൽ കട്ടൻ കാപ്പി. അപ്പോൾ അങ്ങനെ പറയാം, ദെൻ ഐ ഹാവ് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി. ബ്ലാക്ക് കോഫി. ഇപ്പോൾ നിങ്ങൾ പറയും, സാറേ ബ്ലാക്ക് കോഫി എന്നാണോ പറയേണ്ടത്, ബ്രൗൺ കോഫി എന്നല്ലേ പറയേണ്ടത്, അതല്ലേ കളറ് നോക്കിയല്ല ഇംഗ്ലീഷേരി സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞത്. അത് മനസ്സിലാക്കാം. നിങ്ങൾ ആരോടെങ്കിലും ഇംഗ്ലീഷ് പറയുമ്പോൾ കളർ നോക്കിയാണ് ഇംഗ്ലീഷ് പറയരുത് കേട്ടോ. സാൾട്ട് മാംഗോ ട്രീ പറയരുത്, മനസ്സിലായില്ലേ? സാൾട്ട് മാംഗോ ട്രീ. പണ്ട് ഉപ്പുമാവിന് ഏതോ ഒരു വിദ്വാൻ ഉപ്പുമാവിന് ഇംഗ്ലീഷ് ഉണ്ടാക്കിയതാണ്. സോ മാവ് മാംഗോ ട്രീ, അപ്പോൾ ഉപ്പുമാവ് സാൾട്ട് മാംഗോ ട്രീ. അങ്ങനെ പറയരുത്. ഓക്കെ, ഇനി അപ്പോൾ ചോദിക്കും ഉപ്പുമാവിൻ്റെ ഇംഗ്ലീഷ്. ഉപ്പ് ചേർന്ന എല്ലാ ലവണങ്ങൾക്കും സായിപ്പിൻ്റെ പേര് സാൾട്ടഡ് കൺഫെക്ഷൻ എന്നാണ്. ആ പേരിനാണ് ഉപ്പുമാവിനും. എന്നാൽ ഉപ്പുമാവ് തിന്ന സായിപ്പ് വീണ്ടും ഉപ്പുമാവിന് പ്രത്യേകമായിട്ട് പേരുണ്ടാക്കിയിട്ടുണ്ട്, ഉപ്പുമാ എന്നാണ് സായിപ്പിട്ട പേര്. ഓക്കെ, നമുക്ക് നോക്കാം. സോ then I have a cup of black tea and ഇനി പറയാം, I prepare my food. ഈ then എന്ന് പറഞ്ഞാൽ പിന്നെ എന്നർത്ഥം. ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ എന്ന് പറയാൻ വേണ്ടി then ഉപയോഗിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ then ഉപയോഗിക്കുമ്പോൾ നമ്മളെ പേരിനോട് കൂടി then ചേർത്തുകാണ്ട് നമുക്ക് ആ ഇരട്ടപ്പേര് വീഴാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? പണ്ട് ഒരു സാറുണ്ടായിരുന്നു, കൊണ്ടോട്ടിക്കാരനായിട്ടുള്ള. അദ്ദേഹത്തിൻ്റെ പേര് കോയ എന്നായിരുന്നു. ആ സാറ് എന്തിനും മൂപ്പര് യെസ് നോ
യെസ് നോ എന്ന മറുപടി ഇങ്ങനെ കൊടുത്ത് അവസാനം യെസ് നോ കോയ എന്നുള്ള പേര് വന്നു. അതുപോലെ നിങ്ങളിങ്ങനെ ദെൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിനും ദെൻ പറയുമ്പോൾ അവസാനം നിങ്ങൾക്ക് പേര് വരും. ദെൻ ഖദീജ, ദെൻ ആയിഷ, ദെൻ സുമയ്യ എന്നൊക്കെ പേര് വരും. തൽക്കാലം ഒരിക്കൽ ദെന്ന് പറയാം. പിന്നെ സോ, ശരിക്കും സോ അല്ല, സോ ആരും ചിരിക്കരുത്. സോ ഇംഗ്ലീഷുകാരെ പല ഈ ഇംഗ്ലീഷ് വേർഡിൻ്റെ ഉച്ചാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ പട്ടിക്കുട്ടിക്ക് ഏറുണ്ട മാരിക്കാണ് അല്ലേ. ഈ പട്ടിക്കുട്ടിക്ക് ഏറുള്ളുമ്പോൾ പറഞ്ഞ സൗണ്ട് വരുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്തിട്ടാണ് ഇനി പട്ടിക്കറിയാൻ പോകണ്ട ആ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ബാങ്കിലൊക്കെ പോകുന്നവരല്ലേ, ഉമ്മാൻ്റെ കൂടെയോ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ നിങ്ങൾ ടോക്കൺ ഇട്ടുണ്ടാവും. ബാങ്കിൽ ടോക്കൺ എന്നാണോ പറയുക? അല്ല, അവർ പറയും ചൗക്കൻ കണ്ട, ചൗക്കൻ എന്നാണ് പറയുക. ഈ ഓൻ്റെ ഉച്ചാരണം സായിപ്പിന് ഒരു 70% പട്ടിക്കുട്ടിക്ക് ഏറുണ്ട മാരിക്കാണ്, ഡോഗിനെ ഏറ് കൊണ്ട മാരിക്കാണ്. എന്നാ പേരുണ്ട്. എന്നാൽ എപ്പോഴും എന്നല്ല, നിങ്ങൾ പോലീസിൻ്റെ ഒക്കെ നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞ് കുഴപ്പമാക്കണ്ട കേട്ടോ. അത് പ്ലീസ് എന്നാണ്, പ്ലീസ്. ഉച്ചാരണം നമുക്കൊരു ക്ലാസ് ഭാവിയിൽ നമ്മൾ ക്ലാസ് വരുന്നുണ്ട്, ഫോണിറ്റിക്സ് ബന്ധപ്പെട്ട് കേട്ടോ. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ക്ലാസ് നമ്മൾ വീണ്ടും തുടങ്ങാണ്. ബാങ്ക് കഴിഞ്ഞു. സോ അപ്പോൾ നമുക്ക് ഈ ഐ പ്രിപ്പയർ മൈ ഫുഡ്. ഇനി രാവിലെ കുളിക്കുന്നതിന് ടേക്ക് ബാത്ത് എന്ന് പറയാം. ഐ ടേക്ക് ബാത്ത്. സഫിയ മെസ്സേജ് നോക്കിയിട്ടില്ല കേട്ടോ, ഒന്നുകൂടി അയച്ചോളുണ്ട്. പിന്നെ ഞാൻ നോക്കിയിട്ട് ഞാൻ അതിൻ്റെ റീപ്ലൈ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഐ പ്രിപ്പയർ മൈ ഫുഡ്. ഇനി നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-6 മന്ത്സ് ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 1 ഇയർ കഴിയുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും ടീച്ചർമാരാകുകയാണ്. സ്കൂളിലേക്ക് രാവിലെ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് കണ്ട് നിങ്ങളൊരു 7:30 ആകുമ്പോഴേക്കും പിന്നെ നിങ്ങൾ ഫ്രഷായിട്ട് നിങ്ങളെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം ഐ ടേക്ക് ബാത്ത് അറ്റ് 7:30 at 8 o'clock ആൻഡ് പ്രിപ്പയർ ടു ഗോ ടു സ്കൂൾ. ഐ പ്രിപ്പയർ ടു ഗോ ടു മൈ സ്കൂൾ. എൻ്റെ സ്കൂളിലേക്ക് പോകാൻ ഞാൻ ഒരുങ്ങുകയാണ്. ഐ പ്രിപ്പയർ ശരിക്കും പ്രിപ്പയർ എന്നല്ല, പ്രിപ്പയർ എന്നാണ് പറയാം. ഐ പ്രിപ്പയർ ടു ഗോ ടു മൈ സ്കൂൾ ആൻഡ് I am working in a higher secondary school as a KG teacher. കൂടെ പറയാവുന്നതാണ്. സോ മൈ സ്കൂൾ മൈ ഫേവറേറ്റ്. എൻ്റെ സ്കൂള് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്, ഫേവറേറ്റ് ആണ്. സോ മൈ സ്റ്റുഡൻസ് ആർ മോർ ഫേവറേറ്റ്. എൻ്റെ കുട്ടികളും എനിക്ക് വളരെയധികം ഫേവറേറ്റ് ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, അതൊക്കെ സ്റ്റൈലാണ്, കാരണം പറയുന്നത് സ്റ്റൈലാണ്. ആൻഡ് അറ്റ് 4:30 ഐ റിട്ടേൺ ടു മൈ ഹൗസ്. കാരണം സ്കൂൾ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പലപ്പോഴും മിക്ക സ്കൂളും 4 മണി 4:15 ആകുമ്പോഴേക്കും 4:30 ആകുമ്പോഴേക്കും വിടുന്നതാണ്. അപ്പോൾ 4:30 നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങും. ആൻഡ് ഐ ഹാവ് കോഫി വിത്ത് സ്നാക്സ് ഓർ ടീ വിത്ത് സ്നാക്സ് ഇൻ ദി ഈവനിങ് ആൻഡ് സ്പെൻഡ് സം ടൈം വിത്ത് മൈ ചിൽഡ്രൻ. അപ്പോൾ പല ഉമ്മമാരും ടീച്ചർമാരായിട്ട് വർക്ക് ചെയ്യുന്ന പല ഉമ്മമാരും ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഫ്രഷ് ആയിക്കാണ്ട് മക്കൾക്കും ഭക്ഷണം കൊടുത്ത് അവരും ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ മക്കളെ കൂടെ ഒരു 1 hour സ്പെൻഡ് ചെയ്യും. കാരണം അവർക്ക് എന്തൊക്കെയൊന്ന് പഠിപ്പിച്ച് കൊടുത്തു എന്നൊക്കെ മൊത്തം എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു 1 hour ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ മക്കളെ കൂടെ ഫുൾ ടൈം ഇരിക്കണം എന്നില്ല. ഒരു 1 hour നമ്മൾ മക്കളെ കൂടെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ പിന്നെ മക്കൾ ഫുള്ളായി ഇരുന്നോളും. കാരണം മക്കൾക്ക് മനസ്സിലാവും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, അലമ്പ് കാണിച്ചാൽ പഠിക്കുന്നുള്ളത്. ഓക്കെ, സോ പിന്നെ നമ്മൾ ഈവനിങ് നൈറ്റ് സപ്പറൊക്കെ നമ്മൾ ദെൻ ഇൻ ദി ലേറ്റ് നൈറ്റ് ഓർ ദെൻ ദി ലേറ്റ് ഈവനിങ് then in the late evening I prepare my supper. I prepare the supper for my family. എൻ്റെ ഫാമിലിക്ക് വേണ്ട സപ്പർ ഞാൻ പ്രിപ്പയർ ചെയ്യും. സംടൈംസ് my husband offered dine out. Sometimes my husband offered dine out.
ചിലപ്പോഴൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഓഫർ ചെയ്യാറുണ്ട് ഫാമിലി ഒന്നാകെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന്. ഓക്കെ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. നമുക്കിപ്പോൾ വീട്ടിലിങ്ങനെ എന്നും ഫുഡൊക്കെ പാചകം ചെയ്യുമ്പോൾ ഡിന്നർ സപ്പർ എന്ന് പറയുമ്പോൾ രാത്രി കഴിക്കുന്ന ഭക്ഷണം, ഇനി രാത്രി എന്തെങ്കിലും സ്പെഷ്യലായി കഴിക്കുമ്പോൾ അതിന് ഡിന്നർ എന്ന് പറയാറുണ്ട്. ഇനി രാത്രി ഇപ്പോൾ നമ്മളെ പല വീടുകളിലും ഇപ്പോൾ എന്നും ഡിന്നറാണ്, എന്നും സ്പെഷ്യലാണ് ഈ കാര്യം. അപ്പോൾ സപ്പർ എന്ന് പറഞ്ഞാലും ഡിന്നർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. സായിപ്പിൻ്റെ സപ്പർ എന്ന് പറയുമ്പോൾ അത്താഴം എന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പോലും അത് 8 o'clock ബട്ട് നമ്മുടെ കേരളത്തിലെ ഒരു പ്രബല വിഭാഗമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് സപ്പർ അത്താഴം എന്ന് പറയുമ്പോൾ അത് ഒരേ ഒരു അറബി മാസം മാത്രമേ ഉണ്ടാവുള്ളൂ, രാവിലെ 3:30 ഒക്കെ ടൈം വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ സായിപ്പിന് സപ്പർ എന്ന് പറഞ്ഞാൽ രാത്രി 8 മണിക്കുള്ള ഭക്ഷണമാണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ സപ്പർ എന്ന് പറയും. ഇനി വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിൽ കഴിക്കുകയാണെങ്കിൽ ഡിന്നർ എന്ന് പറയും. പുറത്തും പോയി കഴിക്കുകയാണെങ്കിലും ഡിന്നർ എന്നാണ് പറയുക. ഈ ഡിന്നർ എന്ന വാക്കുന്നുണ്ടായതാണ് ഡൈൻ ഔട്ട്, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, ഡൈൻ ഔട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം സ്റ്റൈലുകൾ നിങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. നന്നായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കാര്യം ഓർമ്മയിലുണ്ടാവും. ഇനി അപ്പോൾ ഞാൻ വൺസ് അഗെയിൻ ഞാൻ പറയാം, എങ്ങനെ പറയേണ്ടത് ഒന്നുകൂടി പറഞ്ഞു തരാം. Just good morning everyone. I would like to say something about my routine. Every day I wake up at 5:30 in the morning. Then I do my morning course അല്ലെങ്കിൽ ഡെയിലി കോഴ്സ്. മോർണിംഗ് കോഴ്സ് എന്നും പറയാം, ഡെയിലി കോഴ്സ് എന്നും പറയാം. I take ablutions and perform the prayer സുബ്ഹ്. ഈ സുബ്ഹ് എന്ന് പറഞ്ഞ ആവശ്യമില്ല. I perform the prayer and after that I have a cup of black tea. Then I prepare the food for my family and I have my breakfast at 7 o'clock and then I take baths. And at 8 o'clock I prepare to go to my school. I am a KG teacher in GVHSS, the higher secondary school. ഞാൻ വെറുതെ സ്കൂളിൻ്റെ പേര് പറഞ്ഞാണ് കേട്ടോ, ഞാൻ സ്കൂൾ എവിടെയൊന്നും പരിശോധിക്കണ്ട. ഓക്കെ, I am a KG teacher in GVHS in higher secondary school. Actually my school is one of my favorite place. My children are also my favorite. It is at exactly 4:30. It is at exactly 4:30 I return to my house. I return home. Return home എന്ന് പറയുമ്പോൾ return to home എന്ന് പറയരുത്, return to my house എന്ന് പറയാം, അല്ലെങ്കിൽ return home. Okay. Then I have a cup of coffee with snacks and spend some time with my children. They are also my very favorite. And I just prepare in the evening food in the dinner for my family. I prepare dinner for my family, and it is exactly 10:30 or 11 o'clock I go to bed. താങ്ക് യു. ഇത്രയും പറയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഡെയിലി റുട്ടീൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പറഞ്ഞ് ഒന്ന് ഓഡിയോ ആക്കിയിട്ട് എനിക്ക് അയച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് വാല്യൂ ചെയ്യാം. ചെറിയ മിസ്റ്റേക്കൊന്നും ഞാൻ മിസ്റ്റേക്ക് എന്ന് പറയില്ല കേട്ടോ, പറഞ്ഞുതരാം. വലിയ മിസ്റ്റേക്കുകൾ മാത്രമേ എടുത്ത് പറയുള്ളൂ. കാരണം മിസ്റ്റേക്ക് പറയാനല്ല ഞാൻ ഇരിക്കുന്നത്, നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് നന്നായി കൊണ്ടുവരാൻ വേണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ മിസ്റ്റേക്കിൻ്റെ പിറകെ വല്ലാതെ പോകില്ല. ഓക്കെ, നമ്മൾ ഇന്ന് ഇത്രയും മതി. ഓരോ ദിവസവും ഓരോ ടാസ്ക് എന്നുള്ളതാണ് നമ്മുടെ രീതി. അതിൻ്റെ കൂടെ ഗ്രാമറും വരും. ഓക്കെ, അപ്പോൾ ഇന്നെല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ കേട്ടോ? യെസ്. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ കൊണ്ട് ക്ലാസ് ഉണ്ടാവും കേട്ടോ. യെസ്. അപ്പോൾ ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങുക, കമ്മ്യൂണിക്കേറ്റീവ് കാര്യങ്ങൾ ശരിക്കും ഉൾക്കൊള്ളുക. ഇനി ഒരു ചെറിയ അപ്ഡേഷൻ തരാനുള്ളത്, ID കാർഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ സോഫ്റ്റ് കോപ്പി ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ഫോട്ടോയും ID കാർഡിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കാണാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കൊണ്ടു, തെറ്റില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 1 വീക്കോട് കൂടി തന്നെ ID കാർഡ് പ്രിൻ്റ് ചെയ്ത് കിട്ടുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ ഉള്ളത്. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഗ്രൂപ്പിൽ അറിയിപ്പ് തരും, നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നമ്മൾ ഇന്ന് ഗുഡ് ബൈ പറയുകയാണ്. നാളെ നമ്മൾ ഇതിലും നല്ലൊരു ക്ലാസ്സോട് കൂടി നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോട് കൂടി ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. വിത്ത് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, വെൽക്കം ടു ഓൾ ഓഫ് യു. വെൽക്കം.